ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 2024 നടന്ന തിരുവനന്തപുരം LDCയുടെ ക്വസ്റ്റ്യൻ പേപ്പർ കേട്ടോ. മാത്സ്, ഇംഗ്ലീഷ്, മലയാളം അതൊന്നും ഇതിൽ ഇൻക്ലൂഡ് ഞാൻ ആക്കുന്നില്ല. ഓൺലി ജനറൽ നോളജ് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ കാലഗണനാക്രമം ഏത്? അപ്പോൾ ഇവിടെ വൈക്കം സത്യാഗ്രഹം, ചാനാർ ലഹള, ക്ഷേത്രപ്രവേശന വിളംബരം, മലബാർ കലാപം ഈ 4 കൊടുത്തിട്ടുണ്ട്. അവ കാലഗണനാക്രമത്തിൽ നമ്മൾ അറേഞ്ച് ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. അപ്പോൾ വൈക്കം സത്യാഗ്രഹം നടന്ന കാലഘട്ടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1924 തൊട്ട് 25 വരെയുള്ള കാലഘട്ടങ്ങളിലായിരുന്നു. അപ്പോൾ കറക്റ്റ് എക്സാക്റ്റ് ആയിട്ടൊരു ഡേറ്റ് പറയുകയാണെങ്കിൽ വൈക്കം സത്യാഗ്രഹം ആരംഭിച്ച വർഷം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1924 മാർച്ച് 30. ഏത് വർഷം? 1924 മാർച്ച് 30. വൈക്കം സത്യാഗ്രഹം അവസാനിച്ച ദിവസം 1925 നവംബർ 23. വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചത് 1924, അവസാനിച്ചത് 25 നവംബർ 23. ടോട്ടൽ 603 ദിവസം ഉണ്ടായിരുന്നു വൈക്കം സത്യാഗ്രഹം. അപ്പോൾ ഇതിനോട് ചേർന്ന് ഞാൻ പറഞ്ഞു പോവുകയാണ്. എല്ലാവർക്കും അറിയാവുന്ന കാര്യം, വൈക്കം സത്യാഗ്രഹം എന്തിനു വേണ്ടിയിട്ടായിരുന്നു? വൈക്കം മഹാദേവ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള പൊതുവഴിയിലൂടെ അവർണർക്ക് സഞ്ചരിക്കുന്നതിനുള്ള അവകാശം നേടാൻ നടത്തിയ ചരിത്രപ്രസിദ്ധമായ സാമൂഹിക സമരമാണ് വൈക്കം സത്യാഗ്രഹം. അപ്പോൾ വൈക്കം സത്യാഗ്രഹത്തിൻ്റെ വർഷം ഏതാണ്? 1924 to 25. അടുത്തത് പറഞ്ഞിരിക്കുന്നത് ചാനാർ ലഹളയാണ്. ചാനാർ ലഹള നടന്ന വർഷം എന്ന് പറഞ്ഞിട്ടുണ്ട്, അതൊരു കാലഘട്ടമായിട്ട് കേട്ടോ. 1829 തൊട്ട് 1859 വരെ. ഏത് വർഷം ചാനാർ ലഹള? 1822 മുതൽ 1859 വരെ. ചാനാർ ലഹളയ്ക്ക് മറ്റൊരു പേരുണ്ട്, മേൽമുണ്ട് സമരം. എന്താണ് ചാനാർ ലഹളയുടെ മറ്റൊരു പേര്? മേൽമുണ്ട് സമരം. അത് നടന്ന കാലഘട്ടമാണ് 1822 തൊട്ട് 1859 വരെ. അതിൻ്റെ ലക്ഷ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തിരുവിതാംകൂറിലെ താഴ്ന്ന ജാതിക്കാരായ നാടാർ സ്ത്രീകൾക്ക് മേൽവസ്ത്രം ധരിക്കാനുള്ള അവകാശം നിഷേധിച്ചതിനെതിരെ നടന്ന സമരമായിരുന്നു ഇത്. നാടാർ സ്ത്രീകൾക്ക് മേൽവസ്ത്രം ധരിക്കുന്നത് നിഷേധിച്ചു അവിടുത്തെ ഗവൺമെൻറ്. അതിനെതിരെ നടന്നൊരു സമരമായിരുന്നു എന്ത്? ഈ ചാനാർ ലഹള എന്ന് പറയുന്നത്. 1959 ഈ ലഹളകളുടെ ഫലമായിട്ട് ഇവർക്ക് 1859 അത് ധരിക്കാനുള്ള അവകാശം കൊടുത്തു. എന്ത്? മേൽമുണ്ട്. ഇനി അടുത്ത ഓപ്ഷനാണ് ക്ഷേത്രപ്രവേശന വിളംബരം. ക്ഷേത്രപ്രവേശന വിളംബരം നടന്ന വർഷമാണ് 1936 നവംബർ 12. ഏതാ? 1936 നവംബർ 12. ജാതിയുടെ പേരിൽ ക്ഷേത്രങ്ങളിൽ പ്രവേശനം നിഷേധിക്കപ്പെട്ടിരുന്ന അവർണർക്കും പിന്നോക്ക വിഭാഗങ്ങൾക്കും ക്ഷേത്രപ്രവേശനം നൽകുന്നതായിരുന്നു ഈ ക്ഷേത്രപ്രവേശന വിളംബരം എന്ന് പറയുന്നത്. അത് നടത്തിയത് ശ്രീ ചിത്രതിരുനാൾ ബാലരാമവർമ്മയാണ്. ക്ഷേത്രപ്രവേശന വിളംബരം നടന്നത് 1936 നവംബർ 12. ഇതൊക്കെ ഓർത്തിരുന്നതാണ് കേട്ടോ. അടുത്തതാണ് മലബാർ കലാപം. മലബാർ കലാപം നടന്ന വർഷം 1921 ഓഗസ്റ്റ് 20 മലബാർ കലാപം ആരംഭിക്കുന്നത്. മലബാർ കലാപത്തിന് മറ്റൊരു പേരാണ് മാപ്പിള കലാപം. എന്താണ് മാപ്പിള കലാപം? അപ്പോൾ ഓരോന്നിൻ്റെ വർഷം നമുക്ക് നോക്കാം. വൈക്കം സത്യാഗ്രഹം 24 തൊട്ട് 25 വരെ. ചാനാർ ലഹള 1822 തൊട്ട് 1859 വരെ. ക്ഷേത്രപ്രവേശനം നടന്നത് 1936 നവംബർ 12. മലബാർ കലാപം തുടങ്ങിയത് 1921. അപ്പോൾ വർഷങ്ങളൊക്കെ കിട്ടിയില്ല. അപ്പോൾ ഇതിൽ എങ്ങനെയായിരിക്കും ഇതിൻ്റെ ക്രമം വരുന്നത്? ഏറ്റവും ആദ്യം നടന്ന ഏതാ? ചാനാർ ലഹള. ശേഷം നടന്നത് വൈക്കം സത്യാഗ്രഹം. പിന്നെ ഏതാ? ക്ഷേത്രപ്രവേശന വിളംബരം. പിന്നെ സോറി തെറ്റുണ്ട്. ആദ്യം നടന്ന ചാനാർ ലഹള, രണ്ടാമത് മലബാർ കലാപം, മൂന്നാമത് വൈക്കം സത്യാഗ്രഹം, നാലാമത് ക്ഷേത്രപ്രവേശന വിളംബരം. അപ്പോൾ അതിൻ്റെ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ കേട്ടോ. രണ്ടാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായവ കണ്ടെത്തുക. അപ്പോൾ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ ചിലപ്പം ശരിയായവ തിരഞ്ഞെടുക്കാനായിരിക്കും, അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള തിരഞ്ഞെടുക്കാനായിരിക്കും. അപ്പോൾ ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിച്ചു നോക്കിയിട്ട് വേണം നമ്മൾ ആൻസറിലേക്ക് കടക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒന്നാമത്തെ ഓപ്ഷൻ, പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്നത് ക്വിറ്റ് ഇന്ത്യ സമരത്തിലെ മുദ്രാവാക്യമാണ്. അത് ശരിയാണ്. അത് മുദ്രാവാക്യം ആഹ്വാനം ചെയ്താൽ മഹാത്മാഗാന്ധിജി കേട്ടോ. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന് പറയുന്ന മുദ്രാവാക്യം ആഹ്വാനം നടത്തിയത് മഹാത്മാഗാന്ധിജിയാണ്. ക്വിറ്റ് ഇന്ത്യ സമരം നടന്ന വർഷം 1942.
അടുത്ത ഓപ്ഷൻ ജാലിയൻ വാലാബാഗ് ദുരന്തം നടന്നത് 1921 ഏപ്രിൽ 13-നാണ്. തെറ്റ്. 1919 ഏപ്രിൽ 13-നാണ് ജാലിയൻ വാലാബാഗ് നടന്നത്. അതെന്തിനു വേണ്ടിയിട്ടായിരുന്നു? റൗലറ്റ് നിയമത്തിനുള്ള പ്രതിഷേധമായിട്ട് എല്ലാവരും ഒരു മൈതാനത്ത് ഒന്നിച്ചുകൂടി. ആ സമയത്ത് ബ്രിട്ടീഷുകാർ ആ റാലിക്ക് നേരെ വെടിയുതിർത്തു. അങ്ങനെ കുറേ ആളുകൾ മരിച്ചു. അതാണ് ജാലിയൻ വാലാബാഗ് ദുരന്തം. അത് നടന്നത് 1919 ഏപ്രിൽ 13-ന്. റൗലറ്റ് നിയമത്തിനെതിരെ നടന്നൊരു പ്രതിഷേധമായിരുന്നു കേട്ടോ അത്. ആ സമയത്തുണ്ടായിട്ടുള്ള ഒരു ദുരന്തമാണ് ഈ ജാലിയൻ വാലാബാഗ്. അതിനെപ്പറ്റി വിശദമായിട്ടുള്ള ക്ലാസ്സുകളുണ്ട്. അതിപ്പോൾ ഇവിടെ പറഞ്ഞാൽ തീരത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പ്രധാനപ്പെട്ട പോയിന്റ് മാത്രം പറഞ്ഞു പോകുന്നു കേട്ടോ. അപ്പം രണ്ടാമത്തെ ഓപ്ഷൻ തെറ്റാണ്. അടുത്തത് തേർഡ് ഓപ്ഷൻ. 1948 ജനുവരി 20-ന് ഗാന്ധിജിയുടെ നേരെ ഒരു വധശ്രമം നടന്നു. അതെ, അതും കറക്റ്റാണ്. അതിന് മുമ്പ് വധശ്രമങ്ങൾ നടന്നിട്ടുണ്ട്. 1934-ലാണ് ആദ്യത്തെ വധശ്രമം നടക്കുന്നത് കേട്ടോ, പൂനെയിൽ വെച്ചിട്ട്. പിന്നെ 1944 ജൂലൈയിലും 1944 സെപ്റ്റംബറിലും 1946 ജൂണിലും 1948 ജനുവരി 20-നും ഗാന്ധിജിക്ക് നേരെ നടന്നിട്ടുണ്ട്. അങ്ങനെ അത്രയും വധശ്രമങ്ങൾ നടന്നിട്ടുണ്ട് കേട്ടോ. എത്രയാ? 5 വധശ്രമങ്ങൾ. 6ാമത് ശ്രമത്തിന് അത് ഗാന്ധിജി മരിക്കുകയായിരുന്നു. 1948 ജനുവരി 30-ന് ന്യൂഡൽഹിയിൽ വെച്ച് നാഥുറാം ഗോഡ്സെ ഗാന്ധിജീനെ വധിക്കുക ചെയ്തു കേട്ടോ. അതിനു മുമ്പ് വധശ്രമങ്ങൾ 34-ലും 44 2 തവണയും 46-ലും 48-ലും നടന്നിട്ടുണ്ട്. 48 ജനുവരി 20-ന് വധശ്രമം നടന്നു. അത് കഴിഞ്ഞിട്ട് 1948 ജനുവരി 30-നാണ് ഗാന്ധിജീനെ നാഥുറാം ഗോഡ്സെ വധിക്കുന്നത്. അത്ര മനസ്സിലായില്ലേ? ഇനി അടുത്ത ഓപ്ഷൻ. 2ാം വട്ടമേശ സമ്മേളനം 1931 സെപ്റ്റംബറിൽ ലണ്ടനിൽ വെച്ച് നടന്നു. അതും കറക്റ്റാണ്. വട്ടമേശ സമ്മേളനം എത്ര എണ്ണം ഉണ്ടായിരുന്നു? 3 എണ്ണം ഉണ്ടായിരുന്നു. 1ാം വട്ടമേശ സമ്മേളനം, 2ാം വട്ടമേശ സമ്മേളനം, 3ാം വട്ടമേശ സമ്മേളനം. ഈ 3ൻ്റെ സ്ഥലം ലണ്ടനായിരുന്നു. ലണ്ടനിലെ സെൻറ്റ് ജെയിംസ് പാലസ് ആയിരുന്നു ഈ 3ൻ്റെയും സ്ഥലം. 1930, 31, 32 കാലയളവിലാണ് ഈ വട്ടമേശ സമ്മേളനമെല്ലാം നടന്നത്. 3 വട്ടമേശ സമ്മേളനം ഉണ്ടായിരുന്നു. 1930, 1931, 1932. അതെല്ലാം നടന്നത് ലണ്ടനിലെ സെൻറ്റ് ജെയിംസ് പാലസിൽ വെച്ചിട്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഓപ്ഷനായിട്ട് വരുന്നത് ഓപ്ഷൻ സി. സി ആണ് ഇതിൻ്റെ ആൻസർ. 3ാമത്തെ ക്വസ്റ്റ്യൻ. താഴെ കൊടുത്ത പ്രസ്താവനകളിൽ നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷനുമായി ബന്ധമില്ലാത്തത് ഏത്? 1ാമത്തെ ഓപ്ഷൻ. 1949-ലാണ് ഇത് സ്ഥാപിതമായത്. ഈ ഓർഗനൈസേഷൻ 1949 സ്ഥാപിതമായെന്നാണ് പറയുന്നത് ഇതിൻ്റെ അകത്ത്. അപ്പോൾ ശരിയാണെന്ന് നോക്കാം. അത് ശരിയാണ്. 1949 ഏപ്രിൽ 14-ന് സ്ഥാപിതമായൊരു സംഘടന, ഒരു ഓർഗനൈസേഷനാണിത്. ഇതിൻ്റെ ആസ്ഥാനം ജനീവയാണ്. തെറ്റ്. ഇതിൻ്റെ ആസ്ഥാനം ബ്രസൽസ് ആണ്. ഈ ഓർഗനൈസേഷൻ്റെ ആസ്ഥാനം, നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ്റെ ആസ്ഥാനം ജനീവയാണ് കേട്ടോ. ഇതിൽ അവസാനമായി ചേർന്ന രാജ്യം സ്വീഡനാണ്. യെസ്, കറക്റ്റ്. സ്വീഡനാണ് ഏറ്റവും ലാസ്റ്റ് ചേർന്നത്. 2024 മാർച്ച് 7-നാണ് സ്വീഡൻ ഇതിൽ അംഗമാകുന്നത്. 2023 ഫിൻലാൻഡും. അപ്പോൾ ഏകദേശം 32 രാജ്യങ്ങൾ ഈ ഓർഗനൈസേഷനിൽ അംഗമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. 32 രാജ്യങ്ങൾ. ഏറ്റവും ലാസ്റ്റ് സ്വീഡൻ, 2024 മാർച്ച് 7, 2023 ഫിൻലാൻഡും, അവസാനമായിട്ട് ചേർന്ന സ്വീഡൻ. അതപ്പം ആ ഓപ്ഷനും ശരിയാണ്. അടുത്തത്. റഷ്യ യുക്രൈൻ യുദ്ധത്തിന് കാരണമായത് ഈ സംഘടനയിൽ ചൈനയുടെ അംഗത്വ പ്രവേശനമാണ്. അത് തെറ്റാണ്. റഷ്യ യുക്രൈൻ യുദ്ധത്തിന് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, യുക്രൈൻ ആണെങ്കിൽ ഈ സംഘടനയിൽ അംഗമാകാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു. അപ്പോഴത്തേക്കും റഷ്യ വിചാരിച്ചു അവരുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാവുമെന്ന്. അതേ തുടർന്നിട്ടാണ് യുദ്ധം ഉണ്ടാകുന്നത് റഷ്യയും യുക്രൈനും തമ്മിൽ. വേറെയും കാരണങ്ങളുണ്ട്. യുക്രൈൻ്റെ ഒരു പ്രദേശമായ ക്രിമിയ എന്ന് പറഞ്ഞിട്ടൊരു ഉപദ്വീപ് റഷ്യ പിടിച്ചെടുത്തായിരുന്നു. അങ്ങനെ നിരവധി കാരണങ്ങളുണ്ട്. അതൊരു ക്ലാസ്സായിട്ട് തന്നെ എടുത്തെങ്കിൽ മാത്രമേ മനസ്സിലാവത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് കറക്റ്റായിട്ടുള്ള ഓപ്ഷൻ വെച്ചാൽ ഡി ആണ്. ബന്ധമില്ലാത്തതാകുമ്പോൾ ഡി ആണ് കറക്റ്റായിട്ടുള്ള ഓപ്ഷൻ. 4ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. താഴെ കൊടുത്ത ജോഡികളിൽ തെറ്റായ ജോഡി ഏത്? തെറ്റായ ജോഡി എന്നാട്ടോ ചോദിച്ചിരിക്കുന്നത്. ചിലപ്പം ശരിയായ ജോഡി എന്ന് ചോദിക്കും. അത് ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ തെറ്റോ അതോ ശരിയോ അത് ഏത് ജോഡിയാണെന്നുള്ളത് നമ്മൾ ശ്രദ്ധിച്ച് വായിക്കണേ, അല്ലെങ്കിൽ ചിലപ്പോൾ തെറ്റിപ്പോവും. അടുത്തത്. ആദ്യത്തെ ഓപ്ഷൻ റോബസ്പിയർ ജാക്കോബിൻ ക്ലബ്ബ്. അപ്പോൾ
ആ ഓപ്ഷൻ നമുക്ക് നോക്കാം ശരിയോ തെറ്റോ എന്ന്. ഈ റോബസ്പിയർ ആരാണ്? ഫ്രഞ്ച് വിപ്ലവത്തിലെ പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളായിരുന്നു ഈ റോബസ്പിയർ. അദ്ദേഹം സ്ഥാപിച്ച രാഷ്ട്രീയ പാർട്ടിയാണ് ജാക്കോബിൻ ക്ലബ്ബ് എന്ന് പറയുന്നത്. റോബസ്പിയർ ഫ്രഞ്ച് വിപ്ലവത്തിലെ പ്രധാനപ്പെട്ട ഒരു വിപ്ലവകാരിയായിരുന്നു, ഒരു നേതാവായിരുന്നു. അദ്ദേഹം സ്ഥാപിച്ച രാഷ്ട്രീയ പാർട്ടിയാണ് ജാക്കോബിൻ ക്ലബ്ബ് എന്നറിയപ്പെടുന്നത്. അപ്പോൾ ആ ഓപ്ഷൻ ശരിയാണ്. രണ്ടാമത്തെ ഓപ്ഷനാണ് ഏപ്രിൽ തീസിസ്. ഏപ്രിൽ തീസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലെനിൻ്റെ ഒരു ലെനിൻ അവതരിപ്പിച്ച ഒരു രാഷ്ട്രീയ മാർഗരേഖയാണ് ഈ ഏപ്രിൽ തീസിസ് എന്ന് പറയുന്നത്. 1917 ലെനിൻ ഈ മാർഗരേഖ അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഈ രണ്ടാമത്തെ ഓപ്ഷനും അതും ശരിയാണ്. ലെനിൻ അവതരിപ്പിച്ച ഒരു മാർഗരേഖ 1917 അവതരിപ്പിച്ച ഒരു മാർഗരേഖയാണ് ഏപ്രിൽ തീസിസ് എന്ന് പറയുന്നത്. അടുത്ത ഓപ്ഷനാണ് സ്പിരിറ്റ് ഓഫ് ലോ, വോൾട്ടയർ. ശരിയാണോ നോക്കാം. അത് തെറ്റാണ്. സ്പിരിറ്റ് ഓഫ് ലോ എഴുതിയത് മോണ്ടെസ്ക്യൂ ആണ്. ആരാണ്? മോണ്ടെസ്ക്യൂ ആണ് സ്പിരിറ്റ് ഓഫ് ലോ എഴുതിയത്. അപ്പോൾ അത് തെറ്റ്. 1748 സ്പിരിറ്റ് ഓഫ് ലോ പബ്ലിഷ് ചെയ്യുന്നത്. അടുത്ത ഓപ്ഷൻ ലോങ് മാർച്ച്. ലോങ് മാർച്ച് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ആദ്യമായിട്ട് നോക്കണം. ചൈനീസ് റെഡ് ആർമി നടത്തിയ ചരിത്രപ്രസിദ്ധമായ സൈനിക പിന്മാറ്റ യാത്രയാണ് ലോങ് മാർച്ച് എന്നറിയപ്പെടുന്നത്. എന്താണ് ലോങ് മാർച്ച്? ചൈനീസ് റെഡ് ആർമി നടത്തിയ ചരിത്രപ്രസിദ്ധമായ സൈനിക പിന്മാറ്റ യാത്രയെയാണ് ലോങ് മാർച്ച് എന്നറിയപ്പെടുന്നത്. അതിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത് 1934 തൊട്ട് 35 വരെയാണ്. ഇതിന് നേതൃത്വം നൽകിയ ആളാണ് മാവോ സേതുങ്. അപ്പോൾ നാലാമത്തെ ഓപ്ഷനും വളരെ കറക്റ്റാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് തെറ്റായ ജോഡി ഏതാണ് വരുന്നത്? 3. അപ്പോൾ ഓപ്ഷൻ ഏതാണ് ഇതിൻ്റെ ഓപ്ഷൻ? കറക്റ്റായിട്ടുള്ള ആൻസർ ഏതാണ് നാലാമത്തേൻ്റെ? ഓപ്ഷൻ എ ആണ് കറക്റ്റായിട്ടുള്ളത്. ഈ ഉത്തരത്തിൽ വരുന്നത് എ ആണ്. കാരണം മൂന്നാമത്തേത് തെറ്റായ ജോഡിയാണ്. അതുകൊണ്ട് ഈ ചോദ്യത്തിന് ആൻസർ ഓപ്ഷൻ എ ആണ്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഖാൻ അബ്ദുൽ ഗാഫർ ഖാനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ശരിയായ ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏതാണെന്നോട്ടോ ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഒന്നാമത്തേത് അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നു. അത് ശരിയാണ്. 1988 ജനുവരി 20 അന്തരിച്ചു. അതും ശരിയാണ്. 1987 ഭാരതരത്നം ലഭിച്ചു. അതും ശരിയാണ്. ഖുദായ് ഖിദ്മത്ഗാർ എന്ന സംഘടന രൂപീകരിച്ചു. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ഖാൻ അബ്ദുൽ ഗാഫർ ഖാനുമായി ബന്ധപ്പെട്ട എല്ലാ പ്രസ്താവനകളും ശരിയാണ്. അപ്പോൾ ഇതിൻ്റെ ഓപ്ഷനായിട്ട് വരുന്നത് ഓപ്ഷൻ ഡി എല്ലാം. അതിർത്തി ഗാന്ധി എന്ന് വിളിക്കപ്പെടുന്നത് അദ്ദേഹത്തെയാണ്. അപ്പോൾ അതെല്ലാം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കണം കേട്ടോ. ഇപ്പോൾ കണ്ടിരിക്കുന്നതനുസരിച്ച് ശരി തെറ്റ് ബന്ധമില്ലാത്ത ഇത് അങ്ങനെയാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസിൽ കാണപ്പെടുന്നത്. അപ്പോൾ ഇപ്പോൾ എല്ലാം നന്നായി ഡീപ്പായി പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് നല്ലൊരു മാർക്ക് മേടിക്കാൻ പറ്റത്തുള്ളൂ. 1 വേർഡ് ക്വസ്റ്റ്യൻ്റെ ഒക്കെ കാലം കഴിഞ്ഞു എന്നാണ് തോന്നണേ. ഇപ്പോൾ വരുന്നതൊക്കെ ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ നന്നായിട്ട് ശ്രദ്ധിച്ച് പഠിക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തേക്ക് ഞാൻ 5 ക്വസ്റ്റ്യൻ മാത്രമേ പറയുന്നുള്ളൂ. ബാക്കി നാളെയാണ്. എല്ലാം കൂടി ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താൻ വന്നിട്ടുണ്ടെങ്കിൽ കുറേ സമയമാകും. അതുകൊണ്ടാട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാവരും നന്നായിട്ട് പഠിക്കണം. എന്തെങ്കിലും മിസ്റ്റേക്കുകൾ എൻ്റെ ഭാഗത്തു നിന്നുണ്ടെങ്കിൽ കമൻറ്റായിട്ട് പറയണം കേട്ടോ. എല്ലാവരും നന്നായിട്ട് പഠിച്ചെങ്കിൽ മാത്രമേ ഇപ്പോൾ PSC ഭയങ്കരമായിട്ട് കോമ്പറ്റേറ്റീവ് ആയിക്കൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഞാൻ ക്ലാസ്സിൽ എന്തെങ്കിലും മെച്ചപ്പെടുത്താൻ ഉണ്ടെങ്കിൽ എന്നോടൊന്ന് പറയണം. ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്ന വീഡിയോ കേട്ടോ. അപ്പോൾ താങ്ക് യു.